അല്ലു അർജുൻ പുറത്തിറങ്ങിയോ ഇല്ലയോ നമുക്ക് ചോദിക്കാം. നമുക്കൊപ്പം നദീറ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്നും. അല്ലു അർജുൻ ഫാൻസ് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. 8 മണിയോടുകൂടിയാണ് അല്ലു പുറത്തിറങ്ങും എന്നാണ് അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. അച്ഛൻ അല്ലു അരവിന്ദും ഭാര്യ പിതാവ് കെ ചന്ദ്രശേഖർ റെഡ്ഡിയും ജയിലിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി AP നദീറ ചേരുന്നു. AP നദീറ, വെരി ഗുഡ് മോർണിംഗ്. അല്ലു അർജുൻ ആരാധകരെ ഇന്നലെ വളരെ നിരാശപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം നാളെ ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ക്ലാസ് റൂം ബാരക്കിലാണെങ്കിൽ പോലും ജയിലിൽ ഇന്നേ വരെ അല്ലു അർജുൻ കയറിയിട്ടില്ല. അതും തൻ്റേതല്ലാത്ത കുറ്റമെന്ന് അല്ലു അർജുൻ വിശ്വസിക്കുന്ന, ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കേസിൽ. AP നദീറ, എപ്പോഴത്തേക്ക് അല്ലു അർജുൻ പുറത്തിറങ്ങും? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അല്ലു അർജുൻ പുറത്തിറങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനാണ് അദ്ദേഹം പുറത്തേക്ക് പോയെന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജാമ്യ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നു. വീട്ടിലേക്ക് പോയി എന്ന വിവരം അഭിഭാഷകൻ പങ്കുവച്ചിട്ടുണ്ട്. ഈ ചഞ്ചൽഗുഡ ജയിലിൽ ഇന്നലെ രാവിലെ അറസ്റ്റിന് ശേഷം ഉച്ചയോടെയായിരുന്നു, 3 മണിയോടെയായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടെ എത്തിയത്. ഇവിടെ എത്തി മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിക്കുന്ന രീതിയുമുണ്ടായി. അതോടുകൂടി അദ്ദേഹത്തെ അവിടെ മഞ്ചേരി ബാരക് എന്ന് പറയുന്ന അവിടെയായിരുന്നു താമസിപ്പിച്ചിരുന്നത്. അതായത് പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറയാം. ജയിലിനകത്ത് പോലീസ് കസ്റ്റഡിയിൽ അദ്ദേഹത്തെ താമസിപ്പിക്കുകയായിരുന്നു. പിന്നീട് ജാമ്യ ഉത്തരവുമായി അഭിഭാഷകൻ കോടതിയിലെത്തി. പക്ഷേ ജയിൽ അധികൃതർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കോടതിയിൽ നിന്ന് നേരിട്ട് ഉത്തരവ് അല്ലെങ്കിൽ കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയതിനു ശേഷം മാത്രം ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടികൾ എന്ന നിലപാടിലായിരുന്നു ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവർ നിലപാട് സ്വീകരിച്ചത്. അതോടുകൂടി അല്ലു അർജുന് ഇന്നലെ രാത്രി മുഴുവൻ അവിടെ പോലീസ് കസ്റ്റഡിയിൽ തുടരേണ്ടി വന്നു. ഇന്ന് രാവിലെയോടെ തന്നെ അദ്ദേഹം പുറത്തിറങ്ങി. കാരണം ഇന്നലെ 11 മണിക്ക് ശേഷം ഈ തെലങ്കാന ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇടക്കാല ജാമ്യം സംബന്ധിച്ചുള്ള ഉത്തരവ് അപ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു. അതോടുകൂടി ജയിലധികർക്ക് സ്വാഭാവികമായും നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാകും. മറ്റു തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം ജയിലിൽ നിന്ന് രാവിലെ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു ചഞ്ചൽഗുഡ് ജയിലിന് മുന്നിൽ. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ രാവിലെ എത്തിയിരുന്നു. അല്ലു അർജുൻ്റെ പിതാവായ അല്ലു അരവിന്ദ്, അതുപോലെ തന്നെ ഭാര്യയുടെ പിതാവായ കെ ചന്ദ്രശേഖർ റെഡ്ഡി തുടങ്ങിയവരൊക്കെ തന്നെ രാവിലെ എത്തി അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ ജയിൽ ജീവിതം പൂർത്തിയാക്കിക്കൊണ്ട് ജയിലിനകത്ത് അദ്ദേഹത്തെ സെല്ലിൽ അടയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പ്രത്യേകം സജ്ജീകരിച്ച ഇടത്ത് താമസിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അരുൺകുമാർ, പൊതുവേ നദീറ, എങ്ങനെയാണ് ഈ അറസ്റ്റിനോടും ആ വിധിയോടുമൊക്കെയുള്ള, പ്രത്യേകിച്ച് പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. അല്ലു അർജുൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ കിടപ്പുമുറി വരെ വന്ന് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ അല്ലു അർജുൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പൊതുവേ ആരാധകരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആന്ധ്രാപ്രദേശിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനമുണ്ടല്ലേ? തീർച്ചയായും അതുണ്ടാകുമല്ലോ. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് അന്തസ്സില്ലാത്ത രീതിയിലാണെന്ന് BJPയും BRSും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും തെലങ്കാനയിലെ രേവന്ത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അല്ലു അർജുൻ്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തെലങ്കാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശവും പോലീസ് നടപടി അവർ വിമർശിക്കുകയും ചെയ്തു. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനത്തിന് രേവന്ത് റെഡ്ഡി സർക്കാർ വിധേയനായിക്കൊണ്ടിരുന്നു. കാരണം പലരും പറയുന്നത് അല്ലു അർജുൻ BJP രാഷ്ട്രീയത്തോട് അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ BJP രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള ഒരു വഴി സാധ്യതകളൊക്കെ നോക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ഇങ്ങനെ, അതായത് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ്. ഇതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ഈ പുഷ്പ 2ൻ്റെ വിജയോത്സവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു, BJPയുടെ ഒപ്പം പോകുന്നു എന്ന രീതിയിലായിരുന്നു അഭ്യൂഹം പരന്നത്. അദ്ദേഹം അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തെങ്കിലും ഇങ്ങനെയൊരു സംഭവം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ ഒരു സമയത്താണ് ഈ അറസ്റ്റ് ഉണ്ടായത്. അതുകൊണ്ട് സ്വാഭാവികമായും തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് BJPയും BRSും ഒക്കെ ചെയ്തത് എന്ന് നമുക്ക് ഇന്നലെ കാണാനായതാണ്. എല്ലാ കോണിൽ നിന്നും ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ തെലങ്കാന സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരമുണ്ടാവുകയും ചെയ്തിരുന്നു. ഓക്കെ, എന്തായാലും അല്ലു അർജുൻ ഇപ്പോൾ ജയിൽ മോചിതരായിരിക്കുകയാണ്. ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം നദീറ, ഹൈക്കോടതി ഇന്നലെ ഒരുപാട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ നാമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി ഇങ്ങനെ ഈ FIR ഇടുമ്പോൾ അതിൽ പ്രതി ചേർക്കുമ്പോൾ
അല്ലു അർജുന് ഈ തിരക്കും ഉണ്ടാകുമെന്നത് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഹൈക്കോടതി ചോദിച്ചത് ഇങ്ങനെ തിരക്കും ഉണ്ടാകുമെന്നും അവിടെ ഒരു യുവതി ഇതേപോലെ കുഴഞ്ഞു വീണു മരിക്കുമെന്നും ഒക്കെ എങ്ങനെയാണ് അല്ലു അർജുന് നേരത്തെ പറയാൻ കഴിയുക? സിനിമാ പ്രൊമോഷന് ഇതിനു മുൻപും അർജുൻ പോയിട്ടുള്ളതല്ലേ? അർജുനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിലക്കിയിട്ടുണ്ടോ? പക്ഷേ അർജുനെ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് നേരത്തെ വിലക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും കോടതിക്ക് രേഖകളൊന്നും പോലീസിന് ഹാജരാകാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കേസിൽ പണ്ട് ഗുജറാത്തിൽ ഹൈക്കോടതിയിൽ ഇതേപോലെ സമാനമായ ഒരു കേസ് വന്നിരുന്നു നമ്മുടെ ഷാറൂഖ് ഖാനുമായി ബന്ധപ്പെട്ട്. അന്ന് ഷാറൂഖ് ഖാന്റെ അറസ്റ്റ് തടയുകയാണ് ചെയ്തത്. അന്നും ജാമ്യം കൊടുത്തു. പിന്നീട് ആ കേസ് നിലനിൽക്കില്ല, അത് ക്വാഷ് ചെയ്ത് പോവുകയും ചെയ്തു. സമാനമായിരിക്കുമല്ലേ ഇവിടെയും അല്ലു അർജുന്റെ കാര്യത്തിലും വിധി? കോടതി ഈ അല്ലു അർജുന്റെ അഭിഭാഷകന്റെ പ്രധാന വാദം ഇതുതന്നെയായിരുന്നു. മുൻപേ ഷാറൂഖ് ഖാന് സംഭവിച്ചതുപോലെ ഗുജറാത്ത് പോലീസ് കേസെടുത്തു, പിന്നീട് അത് അഹമ്മദാബാദ് കോടതി അത് റദ്ദാക്കി, സുപ്രീം കോടതി ഹർജി തള്ളി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഈ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതാണ് കോടതി മുഖവിലക്കെടുത്തത് എന്ന് തന്നെ പറയാം. കാരണം തൻ്റേതല്ലാത്ത കാരണം, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനോ കാണാനോ ഉള്ള കഴിവ് മനുഷ്യനില്ലല്ലോ. അത് സംഭവിച്ചു പോയി, യാദൃശ്ചികമായി സംഭവിച്ചതാണ്. അതിൽ അല്ലു അർജുന് എന്ത് പങ്കാണുള്ളത്? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അല്ലു അർജുൻ. അത് ആർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു തിരക്കും ഉണ്ടായപ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യം സംഭവിച്ചു എന്നല്ലാതെ അല്ലു അർജുൻ പ്രത്യേകമായി ഇങ്ങനെയൊരു മരണം നടക്കുന്നതിന് എന്തെങ്കിലും ചെയ്തോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. തന്നെ ഒരു സാധാരണക്കാരനെ പോലെ പരിഗണിച്ചുകൊണ്ട് കോടതി ദയവ് കാണിക്കണമെന്നായിരുന്നു അല്ലു അർജുൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. സാധാരണക്കാരനായാൽ പോലും ആരായാലും ഈ മനുഷ്യനായാലും ഇങ്ങനെയൊരു കേസിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കുറ്റം നിലനിൽക്കുന്നില്ല എന്നായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇന്നലെ ഇടക്കാല ജാമ്യം ലഭിച്ചത്.